എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ സ്കാനറായ കനോൺ DR-C230 എന്ന സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടറും സ്കാനറും തമ്മിൽ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. ഒരിക്കലും കണക്ട് ചെയ്യാതെ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഗൂഗിളിൻ്റെ ഒരു ഹോം പേജ് എടുക്കുക. അവിടെ നമ്മൾ കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഫസ്റ്റ് തന്നെ അതാണുള്ളത്. ഓക്കെ, കണ്ടില്ലേ, http.in.canon സപ്പോർട്ടാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് 2-3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ബ്രൗസ് യുവർ പ്രൊഡക്റ്റ് റേഞ്ച് എന്നാണ് കുറേ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ടൊരു സിമ്പിൾ മെത്തേഡാണ് സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള. ഇവിടെ നമ്മൾ സ്കാനറിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. DR-C എന്നാണ് തന്നെ ടൈപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അവിടെ താഴെ ലിസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിൻ്റെ ഡൗൺലോഡ് സെൻറ്ററിലോട്ടാണ് പോവുക. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയും വേണം, അതേപോലെ തന്നെ സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യാണ്ട്. ആദ്യം നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ നമ്മൾ വിൻഡോസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. കൺഫ്യൂഷൻ വേണ്ട, ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫയൽ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്യാൻ. ആ ഡൗൺലോഡ് ഒന്ന് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പേജ് വരും. അവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡിങ്ങിലാണ്. കുറച്ച് വലിയ സൈസുള്ള ഫയലാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാക്റ്റ് ഫയലാണ്, സിപ്പ് ഫയലാണുള്ളത്. അപ്പോൾ നമുക്കത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ എന്നുള്ളത് കൊടുത്തു, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറൊരു ഫോൾഡറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മൾ സ്കാനറിലൊരു ബട്ടൺ ഉണ്ട്, സ്കാൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് അത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കൊടുക്കും. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫോൾഡർ ചോദിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഈ സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ലോഡിങ്ങിലാണ്. ഇവിടെ ഇനി നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഈ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കൂടെ ഒരു സോഫ്റ്റ്വെയറും പാടെ സ്കാനിങ്ങിനായിട്ടൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറും പാടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട ബ്രൗസർ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അവിടെ ഉണ്ടാവും സോഫ്റ്റ്വെയർ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. കാണിച്ചു തരാം. ഇവിടെ മുകളിലോട്ട് പോവുക. ഇവിടെ മുകളിലോട്ട് സോഫ്റ്റ്വെയർ എന്നുള്ള സെക്ഷൻ കണ്ടില്ലേ? ഡ്രൈവേഴ്സാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇനി സോഫ്റ്റ്വെയർ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ഈ ഡ്രൈവറാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇനി സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഉണ്ടാവും ക്യാപ്ചർ 1 ടച്ച് പ്രോ എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇവിടെ താഴെ ക്യാപ്ചർ 1 ടച്ച് പ്രോ V4 പ്രോ എന്നുള്ള കണ്ടില്ലേ ഏറ്റവും താഴെ ഉള്ളത്, ഇത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡിങ്ങിന് പോകും. നെക്സ്റ്റ് പേജിലോട്ട് പോകും. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫയൽ ഡൗൺലോഡിങ് ആവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ, ആ ക്യാപ്ചർ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിവിടെ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അവിടെ സോഫ്റ്റ്വെയർ കാണാൻ കഴിയും. ഫസ്റ്റ് തന്നെ കണ്ടില്ലേ? അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഡിറ്റക്റ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ മെസ്സേജ് കാണിക്കും. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ അത് പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്കാനിങ് കൊടുത്തു. സ്കാനിങ് നടക്കുന്നുണ്ട്. എൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഞാൻ വെച്ച ഡോക്യുമെൻ്റാണത്. സ്കാനിങ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ചെയ്തതെല്ലാം കറക്റ്റാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സ്കാനറിൽ തന്നെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ? ഇവിടെ ഡോക്യുമെൻ്റ് വെക്കുന്നു. ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഡ്രൈവറും ഈ ക്യാപ്ചർ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ബട്ടൺ വർക്ക് ചെയ്യുമ്പോൾ അത് സ്കാൻ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സ്കാൻ ആവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതെല്ലാം ഈ ഡ്രൈവറും ഈ സോഫ്റ്റ്വെയറും ചെയ്തിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.